എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 29 മുതൽ 34 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രീരാമനും സീതയും ലക്ഷ്മണനും കൂടി കാട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാണ് നിർത്തിയത്. അങ്ങനെ അവർ പോയപ്പോൾ അവരുടെ കൂടെ അച്ഛനും മറ്റു പൗരാവലികളും പോയി. പക്ഷേ അവരെല്ലാവരും അവരുടെ കൂടെ പോയില്ല. ശ്രീരാമനും സീതയും ലക്ഷ്മണനും മാത്രമേ പോയുള്ളൂ. അവർ ഈ ജനങ്ങളെ മുഴുവനും ഗംഗയുടെ ഇപ്പുറത്ത് നിർത്തിയിട്ട് ഗംഗ കടന്ന് കാട്ടിലേക്ക് പോയതായിട്ടാണ് ഇവിടെ വർണ്ണിക്കുന്നത്. നമുക്ക് ആദ്യം 29-ാമത്തെ ശ്ലോകം നോക്കാം. ശൃംഗവേരപുരേ സൂതം ഗംഗാകുലേ വ്യസർജയത് ഗുഹമാസാദ്യ ധർമാത്മാ നിഷാദാധിപതിം പ്രിയം. നമുക്കാദ്യം ഇതിൻ്റെ പദങ്ങളൊന്ന് നോക്കാം. ശൃംഗവേരപുരേ സൂതം ഗംഗാകുലേ വ്യസർജയത് ഗുഹം ആസാദ്യ ധർമാത്മാ നിഷാദാധിപതിം പ്രിയം. എന്താണ് സംഭവിച്ചത്? ഗംഗാകൂലേ ശൃംഗവേരപുരേ സൂതം വ്യസർജയത്. ഗംഗയുടെ തീരത്ത് ശൃംഗവേരപുരം എന്ന് പറഞ്ഞിട്ട് ഒരു നഗരമുണ്ടായിരുന്നു. ആ നഗരത്തിൽ വച്ചിട്ട് തൻ്റെ സൂതൻ, അതായത് അവിടെ വരെ രഥത്തിലാണ് വന്നത്. പൗരന്മാരും അച്ഛനുമൊക്കെ പിന്നാലെ വന്നുവെങ്കിലും ഇവർ 3 പേരും കൂടിയിട്ട് ഒരു രഥത്തിൽ കയറിയിട്ടാണ് വന്നത്. ആ രഥം എവിടെ വച്ചിട്ടാണ് ഒഴിവാക്കിയത്? ശൃംഗവേരപുരത്ത് വച്ചിട്ട്. ശൃംഗിവേരപുരം എന്ന് പാടുന്നുണ്ട്, ശൃംഗവേരപുരം എന്നും കാണാനുണ്ട്. അവിടെ വച്ചിട്ട് തൻ്റെ സൂതനെ, അതായത് സൂതനെ ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് തൻ്റെ രഥവും ഉപേക്ഷിച്ചു ശ്രീരാമൻ എന്ന് മനസ്സിലാക്കണം. അതാണ് ഗംഗാകൂലേ ശൃംഗവേരപുരേ സൂതം വ്യസർജയത്. സൂതനെ ഉപേക്ഷിച്ചു, രഥവും ഉപേക്ഷിച്ചു. എന്നിട്ടോ ഗുഹമാസാദ്യ ധർമാത്മാ നിഷാദാധിപതിം പ്രിയം. എപ്പോഴാണ് സൂതനെ ഉപേക്ഷിച്ചത്? മറ്റൊരു അത്രയ്ക്ക് ശക്തനായിട്ടുള്ള കഥാപാത്രം വന്നപ്പോൾ. അതാണ് നിഷാദാധിപതിം പ്രിയം ഗുഹം ആസാദ്യ ധർമാത്മാ ഗംഗാകൂലേ ശൃംഗവേരപുരേ സൂതം വ്യസർജയത്. അങ്ങനെ വേണം പറയാൻ. അവിടെ വെച്ച് ഈ ശൃംഗവേരപുരത്ത് വെച്ചിട്ട് ഒരാളെ കൂട്ടുകിട്ടി. അതായിരുന്നു ഗുഹൻ. ഗുഹൻ ആരായിരുന്നു? നിഷാദാധിപതിയായിരുന്നു. നിഷാദന്മാരെന്ന് പറഞ്ഞാൽ കാട്ടാളന്മാരാണ്. കാട്ടാളന്മാരുടെ രാജാവായിരുന്നു ഗുഹൻ. അതാണ് നിഷാദാധിപതിം പ്രിയം. വളരെ പ്രിയപ്പെട്ടവനായിരുന്ന ഗുഹൻ എന്നു പേരുള്ളൊരു സുഹൃത്തിനെ ആസാദ്യ കിട്ടിയപ്പോൾ ധർമാത്മാവായിട്ടുള്ള ശ്രീരാമൻ ശൃംഗവേരപുരത്ത് വച്ചിട്ട് തൻ്റെ തേരാളിയെയും തേരിനെയും ഉപേക്ഷിച്ചു എന്നർത്ഥം. എന്നിട്ടോ അത് കഴിഞ്ഞിട്ടുള്ള യാത്രയെ പറ്റിയിട്ടൊക്കെ പറയാണ്. നമുക്ക് ആ ഭാഗങ്ങളൊന്ന് വായിക്കാം. 30-ാമത്തെ 31-ാമത്തെയൊക്കെ ശ്ലോകത്തിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയണത്. ഗുഹേന സഹിതോ രാമോ ലക്ഷ്മണേന ച സീതയാ തേന വനേന വനം ഗത്വാ നദീസ്തീർത്വാ ബഹൂദഗാഃ ചിത്രകൂടമനുപ്രാപ്യ ഭരദ്വാജസ്യ ശാസനാത് രമ്യമാവാസഥം കൃത്വാ രമമാണാ വനേത്രയ. അങ്ങനെ ഗുഹനോട് കൂടിയിട്ട്, ഗുഹേന സഹിത രാമ, അങ്ങനെയാണ് പദച്ഛേദം വരിക. സഹിതോ രാമോ എന്നൊക്കെ പറയുമ്പോൾ അവിടെ സഹിത രാമ എന്നെടുത്ത് പറയണം. ഗുഹനോട് കൂടിയിട്ട്, ഗുഹൻ്റെ കൂടെ കൂടി എന്നുള്ളത് കൊണ്ട് തൻ്റെ കൂടെയുള്ള 2 പേരെ ഉപേക്ഷിച്ചിട്ടില്ല. ലക്ഷ്മണേന സീതയാച്ച സഹിത, ലക്ഷ്മണനോടും സീതയോടും കൂടിയ രാമന് ആ ശൃംഗവേരപുരത്തെത്തിയപ്പോൾ മറ്റൊരു കൂട്ടുകാരനെ കൂടി കിട്ടി. അതായിരുന്നു നിഷാദാധിപതിയായിട്ടുള്ള ഗുഹൻ. ആ ഗുഹനോട് കൂടിയിട്ട് എങ്ങോട്ട് പോയി? ഗംഗ കടന്നിട്ട് അപ്പുറത്തേക്കുള്ള വനത്തിലേക്ക് പോയി. അതാണ് തേ വനേന വനം ഗത്വാ നാവാ സന്ദീര്യ ഗംഗാം എന്ന് പറയുന്നുണ്ട്. ഈ വഞ്ചിയിൽ കയറിയിട്ടാണ് ഗംഗ കടന്നു പോയത്. ആ വഞ്ചി കടത്തി കൊടുത്തത് ഗുഹനാണ് എന്നൊക്കെ മേൽപ്പത്തൂർ നാരായണീയത്തിൽ പറയുന്നുണ്ട്. അവിടെ തൻ്റെ സുഹൃത് ബന്ധം ഒരു വഞ്ചിക്കൂലിയായിട്ട് കൊടുത്തിട്ടാണ് ശ്രീരാമനും ലക്ഷ്മണനും സീതയുമൊക്കെ ഗംഗ കടന്ന് തെക്കോട്ടുള്ള യാത്ര പുറപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ അവിടെ അവരെന്ത് ചെയ്തു? തേ വനേന വനം ഗത്വാ, വനങ്ങളിൽ കൂടെ വനങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ട് പല പല കാടുകളിൽ കൂടെയും സഞ്ചരിച്ചു. വനേന വനം ഗത്വാ നദീഹി തീർത്വാ, നദികൾ തരണം ചെയ്തിട്ട്. നദീഹി എന്ന് പറഞ്ഞാൽ
നദീ ശബ്ദത്തിൻ്റെ ദ്വിതീയ ബഹുവചനമാണ്. കുറേയധികം നദികളും കടന്നു. ഗംഗ കടന്ന കഥ മാത്രമേ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൂ എങ്കിലും പല നദികളും കടന്ന് കാണണം. ഗോദാവരിയുടെയൊക്കെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാവും. അങ്ങനെ കടന്ന് ബഹൂദഗാഹ, ചെറിയ നദികളൊന്നുമല്ല, നിറച്ച് വെള്ളമുള്ളതായിട്ടുള്ള ബഹൂദഗാഹ നദീഹി തീർത്തുവ വനേന വനം ഗത്വ, അവസാനം എവിടെ എത്തി? ചിത്രകൂടം അനുപ്രാപ്യ. ചിത്രകൂടം എന്നു പേരുള്ള ഒരു ശൃംഗ സമീപമായിട്ടുള്ള വലിയൊരു കുന്നിൻ പ്രദേശമാണ്. ചിത്രകൂടം എന്ന് പറഞ്ഞാൽ നിരന്ന സ്ഥലമൊന്നുമല്ല, പർവ്വതങ്ങളും അതുപോലെ തന്നെ പുഴകളും വലിയ വലിയ മരങ്ങളും ഒക്കെ നിൽക്കുന്നതായിട്ടുള്ള ചിത്രകൂടത്തിലെത്തിയിട്ട് ഭരദ്വാജസ്യ ശാസനാത്, ഭരദ്വാജൻ എന്നു പേരുള്ള മുനിയുടെ നിർബന്ധം കാരണം, ഭരദ്വാജനാണ് ശ്രീരാമനോടും ലക്ഷ്മണനോടും ഇനി അവിടെ താമസിച്ചോളാൻ പറഞ്ഞത്. ഭരദ്വാജ മഹർഷിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ഇവരെല്ലാവരും എന്ത് ചെയ്തു? ആ ചിത്രകൂടത്തിൽ രമ്യം ആവാസധം കൃത്വ, നല്ല ഭംഗിയുള്ളതായ ചെറിയ ഒരു കുടിൽ നിർമ്മിച്ച് അവിടെ താമസിക്കാൻ തുടങ്ങി. കാട്ടിലൊക്കെ പോയാൽ അവിടെ താമസിക്കാൻ വലിയ വലിയ വീടുകളൊന്നും ആരും പണിയാറില്ല. അങ്ങനെ വലിയ വീട് പണിതിട്ട് താമസിക്കേണ്ട സ്ഥലമൊന്നും അല്ലല്ലോ കാട്. കാട് ഒരു താൽക്കാലിക ആവാസസ്ഥാനം മാത്രമാണ്. അതുകൊണ്ട് ചെറിയൊരു ഭംഗിയുള്ളതായ ഒരു കുടില് പോലെ ഒരെണ്ണം കെട്ടിയുണ്ടാക്കിയിട്ട്, അതാണ് രമ്യം ആവാസധം കൃത്വ, വലിയൊരു കൊട്ടാരം കെട്ടിടമൊന്നുമല്ല പണിതത്, ചെറിയൊരു കുടില് പണിതിട്ട് ത്രയ വനേ രമമാണാഹ അവസൻ, 3 പേരും സന്തോഷത്തോടു കൂടിയിട്ട് ആ കുടിലിൽ ചിത്രകൂടത്തിന് സമീപത്ത്, ചിത്രകൂട പർവ്വതത്തിൻ്റെ സമീപത്ത് പണിതതായിട്ടുള്ള ആ ചെറിയ കുടിലിൽ, ചെറിയൊരു വീട്ടിൽ സന്തോഷത്തോടു കൂടി ആ 3 പേരും കഴിഞ്ഞു എന്നാണ് 31ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ഇനി 32ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, അതിൻ്റെ ആദ്യ ഭാഗം തന്നെയാണ്. ദേവഗന്ധർവസങ്കാശാസ്തത്രതേന്യവസൻ സുഖം ചിത്രകൂടം ഗതേ രാമേ പുത്രശോകാതുരസ്തദ. ഈ ഒരു ശ്ലോകത്തിലെ വാക്കുകളൊക്കെ അടുത്തൊരു ശ്ലോകമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. എന്നാൽ ഇതിൻ്റെ അർത്ഥം നമുക്ക് പറഞ്ഞിട്ട് പോവാം. ദേവഗന്ധർവ സങ്കാശാഹ തത്ര തേ ന്യവസൻ സുഖം. അത് ഇതിന് തൊട്ട് മുമ്പുള്ള ശ്ലോകത്തിലേക്കാണ് അന്വയിച്ച് നിൽക്കുന്നത്. ശ്രീനിവാസയ്യർ ഇതിനെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെയാണ് അന്വയം പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ കൃത്വാ രമമാണ വനേത്രയ ദേവഗന്ധർവ സങ്കാശ തത്ര തേന്യവസൻ സുഖം, അങ്ങനെയാണ് ഒരു ശ്ലോകം നിർത്തിയിരിക്കുന്നത്. അങ്ങനെ തന്നെ പറഞ്ഞാലേ ശരിക്കും അർത്ഥം പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ ദേവന്മാർ, ഗന്ധർവന്മാർ അതുപോലെയൊക്കെ ഇരിക്കുന്നവരായ സദൃശാഹ, സങ്കാശം എന്ന് പറഞ്ഞാൽ അതുപോലെ ഇരിക്കുന്നവരായിട്ടുള്ള തേ ത്രയ, ആ 3 പേരും തത്ര എന്ന് പറഞ്ഞാൽ ഈ ഭരദ്വാജ മുനി പറഞ്ഞിട്ടുള്ളതായ ചിത്രകൂടത്തിൻ്റെ അടുത്തുള്ള ആ ആശ്രമത്തിൽ സുഖം ന്യവസൻ, വളരെ സുഖമായിട്ട് വസിച്ചു. ആ സമയത്ത് എന്താണ് സംഭവിച്ചത്? ചിത്രകൂടം ഗതേ രാമേ പുത്രശോകാതുരസ്തദ രാജാ ദശരഥ സ്വർഗം ജഗാമ വിലപൻ സുതം. ആ സമയത്ത് ചിത്രകൂടം ഗതേ രാമേ, രാമൻ ചിത്രകൂടത്തിലേക്ക് പോയപ്പോൾ, രാമേ ചിത്രകൂടം ഗതേ സതി, കാട്ടിലേക്ക്, അതായത് ദശരഥന് അങ്ങനെ പ്രിയണ്ടായിട്ടൊന്നും അല്ലല്ലോ ശ്രീരാമനെ പറഞ്ഞയച്ചത്, കൈകേയിയുടെ നിർബന്ധം കൊണ്ടാണ്. അതുകൊണ്ട് 10-14 വർഷം ഒക്കെയാണ്, ചില്ലറ കാലമൊന്നും അല്ലല്ലോ. ഇതൊക്കെ കൂടി ആലോചിച്ചപ്പോൾ അച്ഛനായിട്ടുള്ള ദശരഥന് എന്താ സംഭവിച്ചതെന്ന് പറയാണ്. രാമൻ ചിത്രകൂടത്തിലേക്ക് പോയപ്പോൾ, ചിത്രകൂടം ഗതേ രാമേ, സതിസപ്തമിയാണ്, അങ്ങനെ പോയപ്പോൾ പുത്രശോകാതുരസ്തത, ചിത്രകൂടം പുത്രശോകം എന്നൊക്കെ പറയുമ്പോൾ അവിടെ അക്ഷരങ്ങളുടെ ഒരു വിന്യസനം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുത്രശോകം കൊണ്ട് അതീവ ദുഃഖിതനായി തീർന്ന ആ ദശരഥനുണ്ടല്ലോ, ഇവരുടെ അച്ഛൻ രാജാ ദശരഥ സ്വർഗം ജഗാമ വിലപൻ സുതം, സുതം വിലപൻ, സുതൻ്റെ പേരെടുത്ത് പറഞ്ഞ് കരഞ്ഞുകൊണ്ട്, രാമ രാമ നീ എന്നെ വിട്ടുപോയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് ദശരഥൻ എന്താ സംഭവിച്ചത്? സ്വർഗം ജഗാമ, സ്വർഗത്തിലേക്ക് പോയി. കഥ വളരെ ചുരുക്കിയാണ് പറയണത്, അതിനിടയ്ക്കുണ്ടായ സംഭവങ്ങളൊന്നും പറയണില്ല. രാമൻ കാട്ടിലേക്ക് പോയപ്പോൾ അച്ഛനായിട്ടുള്ള ദശരഥൻ രാമനെ വിളിച്ച് കരഞ്ഞ് അങ്ങനെ മരിച്ചുപോയി. സ്വർഗം ജഗാമ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മരിച്ചുപോയി എന്നാണ്. ആ സമയത്ത് ഗതേതു തസ്മിൻ ഭരതോ വസിഷ്ഠപ്രമുഖൈ തുല്യൈ നിയുജ്യമാന രാജ്യായ നൈച്ഛദ് രാജ്യം മഹാബല സജഗാമ വനം വീരോ രാമപാദ പ്രസാദക. എന്താ ചെയ്തത്? ഗതേതു തസ്മിൻ,
അങ്ങനെ അച്ഛൻ മരിച്ചു പോയപ്പോൾ ഭരതോ വസിഷ്ഠപ്രമുഖൈ ദ്വിജൈ നിയുജ്യമാന, വസിഷ്ഠപ്രമുഖൈ ദ്വിജൈ നിയുജ്യമാന ഭരത. അവിടെ രാജ്യം അരാജകത്വത്തിൽ കൂടെയാണ് കടന്നുപോയത്. അതായത് ദശരഥൻ മരിച്ചു, രാമൻ അഭിഷേകം നടക്കാതെ കാട്ടിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഒരു രാജാവില്ലാത്ത അവസ്ഥ വന്നു അയോധ്യയ്ക്ക്. അങ്ങനെ രാജാവില്ലാതെ ആയിട്ടുണ്ടെങ്കിൽ, നിയന്ത്രിക്കാനൊന്നും ആൾക്കാരില്ലാതെ വന്നാൽ രാജ്യം ഏറ്റവും ദുർഘടമായിട്ടുള്ളൊരവസ്ഥയിൽ കൂടെയാണ് സഞ്ചരിക്കുക. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വസിഷ്ഠൻ തുടങ്ങിയിട്ടുള്ള പ്രമുഖന്മാരായിട്ടുള്ള വസിഷ്ഠൻ, വാമദേവൻ തുടങ്ങിയിട്ട് കൊട്ടാരത്തിലുണ്ടായിരുന്ന, ദശരഥൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്നവരായ പ്രസിദ്ധന്മാരായിട്ടുള്ള ബ്രാഹ്മണർ, ആചാര്യന്മാർ അവരെന്ത് ചെയ്തു? അവരാൽ നിയുജ്യമാനനായ, അവരാൽ നിയോഗിക്കപ്പെട്ടവനായിട്ടുള്ള, അവർ നിർബന്ധിച്ച് പറഞ്ഞയക്കുകയാണ് ഭരതനെ. നിയുജ്യമാനോ ഭരതോ, അവരാൽ നിർബന്ധിക്കപ്പെട്ടവനായ രാമനെ പോയി കാണണമെന്ന്, അതായത് രാജ്യത്ത് അരാജകത്വമുണ്ട്, രാജാവ് ഉണ്ടാവണമെന്ന് നിർബന്ധിച്ചപ്പോൾ ഭരതൻ തീർച്ചപ്പെടുത്തി രാമനെ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന്. അതാണ് നിയുജ്യമാനോ ഭരതോ, അവരാൽ നിർബന്ധിക്കപ്പെട്ടവരായിട്ടുള്ള ആ ഭരതൻ എന്തു ചെയ്തു? രാജ്യായ നയിച്ചത് രാജ്യം മഹാബല സ ജഗാമ വനം വീരോ രാമപാദ പ്രസാദക. ഇങ്ങനെ ആ സിംഹാസനത്തിൽ ആരോഹണം ചെയ്യണമെന്ന് വസിഷ്ഠാദി ഋഷീശ്വരന്മാരാൽ പ്രേരിപ്പിക്കപ്പെട്ടവനായ ഭരതൻ. അങ്ങനെയാണ് അടുത്ത വരി കൂടി വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതായത് രാമനെ പോയി കാണാനല്ല അവർ പ്രേരിപ്പിച്ചത്, രാജാവാകണമെന്ന് ഇവരാൽ, വസിഷ്ഠൻ തുടങ്ങിയിട്ടുള്ള പ്രമുഖന്മാരായിട്ടുള്ള ബ്രാഹ്മണ ഋഷിമാരാൽ പ്രേരിപ്പിക്കപ്പെട്ട ഭരതൻ എന്ത് ചെയ്തു? രാജ്യായ നിയുജ്യമാന മഹാബല ഭരത രാജ്യം നയിച്ചത്. അങ്ങനെയാണ് അന്വയിക്കേണ്ടത്. രാജ്യത്തിനായി, രാജ്യം പരിപാലിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടവനായിട്ടുള്ള ആ ഭരതൻ മഹാബലനാണ്, ബലശാലിയായിട്ടുള്ള ഭരതനാണ്. അങ്ങനെയുള്ള ഭരതൻ എന്നിട്ടും രാജ്യം നയിച്ചത്, രാജ്യം കിട്ടണമെന്ന് ആഗ്രഹിച്ചില്ല. രാജ്യത്തിലിരുന്ന്, ആ സിംഹാസനത്തിലിരുന്ന് ഭരിക്കണം എന്നുള്ളത് ആഗ്രഹിച്ചേയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? സജഗാമവനം വീരോ രാമപാദ പ്രസാദക, രാമനെ പ്രസാദിപ്പിച്ചുകൊണ്ട് കാട്ടിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രാമപാദ പ്രസാദക, രാമൻ്റെ പാദങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയല്ല, രാമപാദൻ, തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള രാമനെ പ്രസാദിപ്പിച്ചിട്ട് തിരിച്ച് കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സവീര വനം ജഗാമ, ആ വീരനായിട്ടുള്ള ഭരതൻ കാട്ടിലേക്ക് പോയി എന്നർത്ഥം. അങ്ങനെ ദശരഥൻ്റെ മരണം നടന്നു. രാജ്യത്തിൻ്റെ അവകാശിയായിട്ടുള്ള ഭരതൻ അത് നിഷേധിച്ചു. അത് കഴിഞ്ഞ് രാമനെ അന്വേഷിച്ചുകൊണ്ട് ഭരതൻ കാട്ടിലേക്ക് പോവുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശ്ലോകങ്ങൾ നിർത്തുന്നത്. ബാക്കി കഥകൾ അടുത്ത ദിവസം നോക്കാം. ഇന്ന് ഈ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. 29 മുതൽ നോക്കാം. ശൃംഗവേരപുരേ സൂതം ഗംഗാകൂലേ വ്യസർജയത് ഗുഹമാസാദ്യ ധർമാത്മാ നിഷാദാധിപതിം പ്രിയം ഗുഹേന സഹിതോ രാമോ ലക്ഷ്മണേന ച സീതയാ തേ വനേന വനം ഗത്വാ നദീസ്തീർത്വാ ബഹൂദകാഃ ചിത്രകൂടമനുപ്രാപ്യ ഭരദ്വാജസ്യ ശാസനാത് രമ്യമാവാസഥം കൃത്വാ രമമാണാ വനേത്രയ ദേവഗന്ധർവസങ്കാശാസ്തത്ര തേന്യവസൻ സുഖം ചിത്രകൂടം ഗതേ രാമേ പുത്രശോകാതുരസ്തദാ രാജാ ദശരഥ സ്വർഗം ജഗാമ വിലപൻ സുതം ഗതേതു തസ്മിൻ ഭരതോ വസിഷ്ഠപ്രമുഖൈർദ്വിജൈ നിയുജ്യമാനാ രാജ്യായ നൈച്ഛദ്രാജ്യം മഹാബല സജഗാമവനം വീരോ രാമപാദപ്രസാദക. അങ്ങനെ രാമനെ അനുനയിപ്പിക്കാൻ, സന്തോഷിപ്പിക്കാനൊക്കെ ആയിട്ട് ഭരതൻ കാട്ടിലേക്ക് പോവുകയാണ് ഉണ്ടായത്, അല്ലാതെ രാജ്യം സ്വീകരിക്കുകയല്ല ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 34-ാമത്തെ ശ്ലോകം ആദികാവ്യത്തിലെ ബാലകാണ്ഡത്തിലെ 1-ാമത്തെ സർഗത്തിലെ ഈ 34-ാമത്തെ ശ്ലോകം കവി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ബാക്കി കഥകൾ അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ഈ ശ്ലോകങ്ങൾ ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രനെയും ഗുരുവായൂരപ്പനെയും സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.